ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു കുക്കർ മന്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ചിക്കൻ വെച്ചിട്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കർ ബീഫ് മന്തി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ ബീഫ് മന്തിയാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഏകദേശം ഒരു 1.5 കിലോ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അത് അത്യാവശ്യം നെയ്യും അതുപോലെ എല്ലൊക്കെ ഉള്ള ബീഫ് തന്നെയാണ്. ഇങ്ങനത്തെ ബീഫ് എടുക്കുക നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4 വലിയ വെളുത്തുള്ളി, ഒരു 4-5 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു ഉണക്ക നാരങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പീസ് ക്യാപ്സിക്കം, ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാഗിയുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേറെ ബീഫിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. എല്ലൊക്കെ ഉള്ള ബീഫാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നോക്കണം. പിന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ക്യാപ്സിക്കം ഇച്ചിരി കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ചെറിയ പീസും കൂടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി റെഡ് ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കളർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന അത്രയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. കാരണം ബീഫിൽ നല്ലപോലെ നെയ്യുള്ള ബീഫാണ്. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ബീഫിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഓരോ ബീഫിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 5 വിസിൽ വരുന്നത് വരെ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ഏലക്ക, അതുപോലെ തന്നെ വലിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 5 കപ്പ് സെല്ല റൈസ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കണം, അതാണ് വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഇതൊരു 1/4 ഭാഗം വേവാവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരരുത്. നമ്മൾ നേരത്തെ ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ച പോലെ തന്നെ 1/4 ഭാഗം വെന്ത് വന്നാൽ മതി. ഇപ്പോൾ ഇതേ റൈസ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഊറ്റി മാറ്റണം. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഉടയരുത്. പിന്നെ നമ്മൾ ഈ റൈസ് ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഒന്ന് വെന്ത് ഉടയും. ഒരു 90% വെന്താൽ മതി. അതിൻ്റെ മേലെ ഞാനിപ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലൊട്ടും ബീഫിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണത്. ഇനിയിപ്പോൾ ഞാൻ മൊത്തം റൈസ് ആ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ വളരെ കുറച്ച് റെഡ് ഫുഡ് കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരുമ്പോൾ അപ്പോഴത്തെ നമ്മളത് ഓഫ് ചെയ്യും. ഇപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ എയർ പോയതിന് ശേഷം വേണം നമുക്ക് തുറന്ന് നോക്കാനായിട്ട്. ഇനി നമ്മൾ ഒരുപാട് സ്പൂണൊന്നിട്ട് ഇളക്കരുത്. ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്കിത് ഈ ബീഫൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം റൈസ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ്. ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.